വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അർജുനും കൂടെ ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 2 ദിവസം മുന്നേ ഞാൻ മാക്സിമം ഒരു സാധനം വാങ്ങിയിട്ട് എനിക്കത് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ ഹോം സെൻറ്ററിൽ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് കാൻഡിൽസ് വാങ്ങിച്ചു. പിന്നെ മൊത്തത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കുറേ നടന്ന് പിന്നെ നമ്മൾ 2-3 സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഈ വന്നിരിക്കുന്നത് ഷാർജയിലുള്ള ഒയാസിസ് മോളിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചിട്ട് ലുലു ഷാർജ ക്ലോക്ക് ടവറിൻ്റെ അടുത്തൊരു ലുലു ഉണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഭയങ്കര റേറ്റ് കുറവിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു ഇങ്ങനൊരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോൾ കുറേ ചെറിയ ചെറിയ കപ്സൊക്കെ ഇല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, അപ്പോൾ അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഒരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള, അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്നത്. അപ്പോൾ അവിടുന്ന് അതൊക്കെ നോക്കി ഞാനിങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല. വീട്ടിലിപ്പോൾ ഓൾറെഡി കുറേ സാധനം ഉള്ളതിനെ കൊണ്ട് എനിക്കൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാം കാണിച്ചു തന്ന്. അപ്പം പിന്നെ നമ്മൾ വേറെ വേണ്ട ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിയതാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്യാൻഡിൽ വാങ്ങിച്ചില്ലേ, ആ ക്യാൻഡിലൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം എനിക്ക് നല്ലൊരു കുളിപ്പാസ്സാക്കാനായിട്ട്. എനിക്കിങ്ങനെ രാത്രി ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു ഡിം ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കാനും ടി വി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതാ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടു നേരെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പം ആ ഒരു ആംബിയൻസ് നല്ലൊരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഷവർ കെയർ റുട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്ന പ്രൊഡക്ട്സൊക്കെ കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബോഡി വാഷ്, പിന്നെ ഷാംപൂ, കണ്ടീഷണറല്ല, ഞാനൊരു ഹെയർ മാസ്ക് ആയിരുന്നു ഇന്നിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫേസ് വാഷ് ചെയ്ത് പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, പിന്നെ ലിപ് ബാം കൂടി. ഈ പ്രൊഡക്ട്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ലിങ്ക്. പിന്നെ നമ്മൾ റാൻഡമായിട്ട് ഒരു സിംഗപ്പൂർ സലൂൺ പറഞ്ഞിട്ടുള്ളൊരു സിനിമ യൂട്യൂബിൽ വെച്ച് അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അർജുൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കുറേ കാലമായില്ലേ നീ ഹെയർ മാസ്ക് ഹെയറല്ല ഫേസ് മാസ്ക് ഇട്ട് തന്നിട്ടെന്ന്. അപ്പോൾ അതൊന്നിട്ട് അപ്പം ഞാൻ എൻ്റെ അടുത്ത് സാൻഡൽ വുഡിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാനതങ്ങ് ഇട്ട് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ. എന്നിട്ട് ഞാൻ കുറച്ച് ബ്ലൂബെറീസ് ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അതുകൂടെ കഴിച്ചു. വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ നേരത്തെ കഴിച്ചില്ല. അപ്പം നമ്മൾ രാത്രി വേറൊന്നും വേണ്ട, ഫ്രൂട്ട്സ് മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തിട്ട് ഞാനൊരു ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയറിൻ്റെ ലെങ്ത്തിലേക്ക് സിറം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അപ്പം ഇടയ്ക്കൊക്കെ സമയമുള്ളപ്പോൾ ഞാനിങ്ങനെ ഓർമ്മയുള്ളപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടാണ് കിടക്കൽ. പണ്ട് മുതലേ പറയുന്നല്ലേ ഇങ്ങനെ കെട്ടി കിടക്കുന്നത് നല്ലതാണെന്ന്. ഇനി ഞാൻ പോയി കിടന്നുറങ്ങും. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.